ഹായ് സുഹൃത്തുക്കളെ, നമ്മളിപ്പം നമ്മുടെ കടയിലോട്ട് കേക്ക് വരുന്നുണ്ട്, അതെടുക്കാനായിട്ട് പോവുമായിരുന്നു. അപ്പം നമ്മുടെ രാജേട്ടനോട് പറഞ്ഞിട്ടുണ്ട്, ടാക്സി രാജേട്ടൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യൂ. അതാ വന്നു രാജേട്ടൻ വന്നു, നമ്മുടെ രാജേട്ടൻ വന്നു. തിരികെ പോരട്ടെ. ആ ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ രാജേട്ടനെ കൊണ്ടാണ് പോകുന്നത്, ഷാലിമാറിന്. ചോറുണ്ടോ രാജേട്ടാ? ചപ്പാത്തി ആഹാ, ഞാനും കഴിച്ചു, ചോറ് കഴിച്ചിട്ട് ഇറങ്ങി. നമ്മുടെ ഇവിടെ എന്തുവാ എങ്ങനെയാ പറയുന്നത്, മുകുന്ദപുരം ജായക ഭായ്. നമ്മുടെ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഒരു ആളുണ്ടായിരുന്നു. പുള്ളിയെ ടാക്സി വിളിക്കാൻ നേരം പുള്ളിയോട് പറയുന്നത് മുകുന്ദപുരം ജായക അല്ലേ? മുകുന്ദപുരം പോകാം. മുകുന്ദപുരം എന്ന് പറയും. അവിടെ എന്ത് മീൻ പിടുത്തമാണ്. അന്നൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പൊ ആരും ഇല്ല അല്ലേ? ഞാൻ മാത്രമേ നിങ്ങളെ വിളിക്കാറുള്ളൂ അല്ലേ? കൂടുതൽ എൻ്റെ ഓട്ടോ അല്ലേ പോകുന്നത്. പിന്നെ ഇന്നലെ ആ പുള്ളി പോയത് ആര്? ഷാലിമാർ ആര് പോയി? മറ്റേ ബിനു. রাজবেরি 40 না যাবে, কত লাগবে? কত? वही आदमी अंदर में घुसेगा। നമ്മളങ്ങോട്ട് പോകുന്ന വഴിക്ക് രാജേട്ടനൊരു കസ്റ്റമറെ കിട്ടി. ഇവിടുന്ന് ഒരു കസ്റ്റമറെ കിട്ടി, അവരെയും കൊണ്ട് നമ്മൾ പോവാം. എവിടെ? ഫോർട്ടീസ് ഹോസ്പിറ്റൽ, ഗരിയാട്ട് അല്ലേ? ഗരിയാട്ട്. ഇവിടുന്ന് ഒരു ഞാൻ പറഞ്ഞാൽ മതി, പരിചയമുള്ള ചോദിക്കാൻ കേട്ടോ, പരിചയമുള്ള ആളാ, പോകുന്ന വഴി ഇട്ടേക്കാം. ടാക്സി സ്റ്റാൻഡ് വന്നു. ആദിത്യ ബിർള സംഗ്രഹ നേത്രാലയ നമ്മൾ അതിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. जादवपुर थाना पुलिस स्टेशन. ഞാൻ പറയായിരുന്നു, ഈ മീറ്റർ ഇരിക്കുന്ന കാരണം ഒന്നും വീഡിയോ ശരിയായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ പിടിക്കാം? ഇത് ഓണാക്കിയില്ലേ രാജേട്ടാ? മീറ്റർ ഓണല്ല. പോലീസ് പിടിച്ചേനല്ലോ. നമ്മളിപ്പം ബൈപ്പാസ് കയറിയിരിക്കുകയാണ്.
സയൻസ് സിറ്റി റൂട്ടിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. റൂബിയിൽ വന്നിരിക്കുകയാണ്. റൂബിയിൽ നിന്ന് ഇവിടുന്ന് തിരിഞ്ഞ് നമ്മൾ ദരിയാട്ടിലോട്ടാണ്. പോക്കറ്റ് റോഡ് കയറി ഇവിടുന്ന് നമ്മൾ റൂബിയിൽ വന്ന് റൂബിയാണ് ഈ കാണുന്ന റൂബി ഹോസ്പിറ്റൽ. അവിടെ വിവാന്ത ഹോട്ടൽ കാണിക്കും. വിവാന്ത ഹോട്ടൽ കാണിക്കും. ലെഫ്റ്റ് കാണിക്കും. ഹോട്ടല് അതൊക്കെ വിവാന്ത ഹോട്ടൽ. നമ്മളിപ്പോൾ ബാലേജി പാലം കയറിക്കൊണ്ടിരിക്കുകയാണ്. ബാലേജി പാലം റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ ിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിഗ്നലായ നമ്മളപ്പം ഫോർട്ടീസ് ഹോസ്പിറ്റലിന്റെ അവിടെ വന്നിരിക്കുകയാണ്. ഫോർട്ടീസ് ഹോസ്പിറ്റൽ. നമ്മളവിടുന്ന് വന്നപ്പോളേ പൂന്തപ്പുരിയിൽ നിന്ന് വന്നപ്പോൾ നമുക്ക് നമ്മളപ്പം ഫോർട്ടീസ് കഴിഞ്ഞ് നമ്മളെ ഇങ്ങനെ രാഷ്ട്രീയറിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളവിടുന്ന് വന്നപ്പം ഒരു ഫോർട്ടീസ് ഹോസ്പിറ്റലിലേക്ക് ഒരു ഓട്ടം കിട്ടിയായിരുന്നു രാജ്യത്തിന്. അവരെയും കൊണ്ടാണ് നമ്മൾ പൂന്തപ്പൂരിൽ നിന്ന് വന്നത്. ഇവിടെ ഫോർട്ടീസ് ഹോസ്പിറ്റലിൽ ഇറക്കിയവർ. നമ്മളിപ്പം നേരെ രാഷ്ട്രീയയിലോട്ട് പോവുകയാണ്. അവിടുന്ന് അങ്ങനെ ഷാലിമാറിലോട്ട് പോകും. ലേറ്റ് മാളൊക്കെ കഴിഞ്ഞ് നമ്മൾ രാഷ്ട്രീയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. രാഷ്ട്രീയകാരി അങ്ങനെ വന്നു. രാഷ്ട്രീയകാരി റോഡ് ക്രോസ് ചെയ്യുകയാണ്. കാളികാട്ട് കൂടിയാണ് നമ്മൾ പോകുന്നത്. ഈ കാണുന്ന അമ്പലം ഇവിടെ ആൾക്കാരെ ദഹിപ്പിക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ ദഹിപ്പിക്കാൻ കൊണ്ടുവന്ന ഒരു സ്ഥലം. അങ്ങനെ ഒത്തിരി സ്ഥലമുണ്ട് കൊൽക്കത്തയിൽ അല്ലേ? ഭവാനി ഭവൻ. നമ്മൾ ചിടിയക്കാന വഴിയല്ലേ പോകുന്നത്? ആ ചിടിയക്കാന നേരെ പോകും.
ജയിലാണോ? അല്ല, ജയിലിന്റെ മതിലാ. മതിലാ. ജയിലിന്റെ ഏത് ജയില്? നമ്മുടെ സെൻട്രൽ ജയിൽ. സെൻട്രൽ ജയിൽ. സെൻട്രൽ ജയിലിന്റെ മതിലാണ് ഈ കാണുന്നത് കേട്ടോ. അലിപ്പൂർ സെൻട്രൽ ജയിലല്ലേ? അലിപ്പൂർ സെൻട്രൽ ജയിൽ. നമ്മളിപ്പോ ഇവിടെ വന്നത് അലിപ്പൂർ കൊൽക്കത്തയിലെ ചുടിയക്കാന, അതായത് കാഴ്ച ബംഗ്ലാവാണ് അലിപ്പൂർ സൂ. അതിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത്. ചേട്ടാ, ഞാൻ ചേട്ടന് ഈ ടാക്സി ഓടിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ടാക്സി ഓടിക്കാൻ തുടങ്ങിയിട്ട് 30 വർഷം. 30 വർഷമായി. ആദ്യം ഓടിക്കുന്ന ഏതായിരുന്നു? മഞ്ഞ ടാക്സി, അംബാസിഡർ. അംബാസിഡർ ഒരു അംബാസിഡർ ഉണ്ടായിരുന്നല്ലോ രാജേട്ടന് സ്വന്തമായിട്ട്. അത് ക്യാൻസലായി. 30 വർഷമായി. രാജേട്ടൻ ഇവിടാണോ ജനിച്ചു വളർന്നത് അതോ നാട്ടിലാണോ? ഇവിടാണ്. നാട്ടിലപ്പോ എത്ര നാളുണ്ടായിരുന്നു? നാട്ടില് ചെറുപ്പത്തില് ഞാൻ അവിടെ പഠിച്ചിട്ടുണ്ട്. നാട്ടിലും പഠിച്ചിട്ടുണ്ടോ? അത് ശരി. പിന്നെ അവിടെ ജോലിയും ചെയ്തിട്ടില്ലേ? പിന്നെ അവിടെ നിന്ന് പോകുന്നത് ഇങ്ങോട്ട്. പോന്നപ്പോ പിന്നെ കുറെ വർഷമൊക്കെ. അവിടുന്ന് പിന്നെ എത്ര വയസ്സിൽ ഇവിടെ വന്നേ? അവിടെ നിന്ന് ഒരു 7-8 വയസ്സാകുമ്പോൾ എന്നെ കൊണ്ടുപോകണം. കൊണ്ടുപോകുമ്പോ പിന്നെ ഇവിടെ സ്കൂളിൽ ചേർന്നു. പഠിക്കാൻ പറ്റിയില്ല. പിന്നെ ജോലി ഇവിടെ ജോലി പിന്നെ ഇവിടുന്ന് പോയി. ആദ്യം പോയിട്ട് പിന്നെ അവിടെ ജോലിക്ക് അവിടെ ഒരു ഹോട്ടലിലെ ജോലിയായിരുന്നു. ഹോട്ടലിൽ ജോലി ചെയ്ത് പിന്നെ അവിടെ കുറെ വർഷമൊക്കെ ജോലി ചെയ്ത് പിന്നെ ഇങ്ങോട്ട് പോന്നപ്പോ പിന്നെ ഡ്രൈവിംഗ് ലൈസൻസ് അന്ന് 15 വയസ്സായപ്പോ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്താണ്. എടുത്തപ്പോ പിന്നെ പിറക്ക് വർക്ക്ഷോപ്പിൽ കയറിയിട്ട് വർക്ക്ഷോപ്പിൽ ജോലിയാണ്. ലൈസൻസ് എടുത്തിട്ട് വർക്ക്ഷോപ്പിൽ കയറിയാണ്. വർക്ക്ഷോപ്പിൽ പണിയൊക്കെ ചെയ്യുവാണ്. വർക്ക്ഷോപ്പിലാ വണ്ടി ഓടിക്കാൻ പഠിച്ചത്. ഫസ്റ്റ് ടൈമിന് വണ്ടിയൊക്കെ എടുത്തോണ്ട് പോവാണ്. പിന്നെ വർക്ക്ഷോപ്പിലെ സാലറി കൊടുത്താറുണ്ട്. പിന്നെ 600 രൂപയ്ക്ക് ഫസ്റ്റ് ജോലിക്ക് കയറി. അത് കഴിഞ്ഞ് പ്രൈവറ്റ് ഡ്യൂട്ടിന്ന് ടാക്സിലോട്ട് മാറി. പിന്നെ അങ്ങ് ടാക്സി ഓടിയില്ലായിരുന്നു. പിന്നെ മനസ്സിലായി പ്രൈവറ്റ് ഡ്യൂട്ടിക്ക് ഡ്യൂട്ടി ചെയ്താൽ പൈസ ഇല്ല. ടാക്സിക്കാണെങ്കിൽ നല്ല പൈസ ഉണ്ട്. ടാക്സി കൊടുക്കണം. അങ്ങനെയാണ് ടാക്സി ഓടിക്കുന്നത്. രാജേട്ടന്റെ പല കഥകളാണ് ഈ കേട്ട് നമ്മള് ഷാലിമാർ പാലത്തെ കയറിയിരിക്കുകയാണ്. ഷാലിമാർ പാലത്തിലോട്ട് കയറാൻ പോവുകയാണ്. ഇതാ കാണുന്ന പാലം, അതിലോട്ട് നമ്മൾ കയറാൻ പോവുകയാണ്. പറ്റിയല്ല ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഫൈനടിക്കും അല്ലേ? പണിയുണ്ട്. ഈ പാലം അവരുടെ പാലം രണ്ട് പാലത്തില് വീഡിയോ പിടിക്കാൻ പറ്റിയല്ല. അറിയാം. പിന്നെ ആൾക്കാർക്ക് വീഡിയോ പിടിക്കുന്ന പാത്ത് പതിഞ്ഞ് പിന്നെ പോലീസുകാർക്ക് പൈസ കൊടുത്ത് ഇവിടെ നമ്പന്ന സെക്രട്ടേറിയറ്റ് ബിൽഡിംഗ് കാണുന്ന ബിൽഡിംഗ് ആണ്. ഇവിടെയാണ് മമത ഇരിക്കുന്നത്. മമത അല്ലേ? അവിടെയല്ലേ മമത സെക്രട്ടേറിയറ്റ്?
സുമാർ അടുക്കാറായി.